എല്ലാവർക്കും GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്ന 3-4 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയൊരു നക്ഷത്രത്തിൻ്റെ കാര്യമുണ്ടായിരുന്നു. ഉത്രട്ടാതി നക്ഷത്രമാണ് നമ്മൾ വിട്ടുപോയ നക്ഷത്രം. കാരണം രേവതി കഴിഞ്ഞ് മേളിലോട്ട് വരുമ്പോൾ ഉത്രട്ടാതി കഴിഞ്ഞിട്ടാണ് പൂരുരുട്ടാതി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൂരുരുട്ടാതിയെ പറ്റി സംസാരിച്ചു പോയി, ഉത്രട്ടാതി അതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയി. ഇന്ന് ഉത്രട്ടാതിയുടെ കാര്യം കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ സ്റ്റോറി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് സംസാരിക്കുന്നത് നവംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ സ്റ്റോറി സംസാരിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ നവംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. നവംബർ മാസത്തിൽ ജനിച്ച ആളുകൾക്ക് നല്ല വായനാശീലത്തിലുള്ള സ്വഭാവം അവർക്കുണ്ട്. വായനാശീലമുണ്ട് അവർക്ക്. വായനാശീലമുള്ളവരാണ്, സത്യസന്ധതയുള്ളവരാണ്, നല്ല മനസ്സിനുടമകളാണ്. പ്രോത്സാഹനം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പല പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ ഇവർക്കത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രോത്സാഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. ധീരമായി എല്ലാ കാര്യങ്ങളും നേരിടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ പ്രോത്സാഹനം കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചില കായിക പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മതപരമായ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഇവർ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം, കോപം, പക തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇവരിത് മാറ്റി നിർത്തും. മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇവർ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവർ കോപമോ ദേഷ്യമോ ഒന്നും അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കാറില്ല. അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾ കാണുക അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. ശാന്തമായി എപ്പോഴും ഇരിക്കുക. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം അവർക്ക് കൂടുതലാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നിടയ്ക്ക് നമ്മൾ സംവാദമോ തർക്കമോ മറ്റു കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കറങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്, പഠിക്കാൻ. അതുപോലെ തന്നെ സാമൂഹിക സേവനം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, അതപ്പം മതപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ട്, ഇഷ്ടമുണ്ട്. അതുപോലെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പ്രചോദിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ചിലർ നമ്മളെ കുറ്റപ്പെടുത്തുകയായിരിക്കും. പക്ഷേ ഈ നവംബർ മാസത്തിൽ ജനിച്ച ഒരു 27 നക്ഷത്രത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നവംബർ മാസത്തിൽ ജനിച്ച ആണെങ്കിൽ അവർ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അതിനെ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നല്ല പ്രവൃത്തികളാണെങ്കിൽ അത് ഒരാളുടെ കഴിവിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. പ്രചോദനം നല്ല കഴിവുണ്ട്. സാമൂഹികപരമായ സേവനം ചെയ്യുന്നവരാണ്. സ്വയം പ്രോത്സാഹനം കിട്ടാനായിട്ട് ചില കലാകായിക പ്രവർത്തനങ്ങൾ ചേരാറുണ്ട്. സത്യസന്ധതയുള്ള മനസ്സിന് ഉടമകളാണ്. ദേഷ്യം, കോപം തുടങ്ങിയവ ഇവർക്ക് അധികമായി ഇല്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഇവർക്കുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നവംബർ മാസത്തിൽ ജനിച്ച ആളുകളെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തെപ്പറ്റി ഞാൻ നേരത്തെ പൊതു സ്വഭാവത്തിൽ പറഞ്ഞിരിക്കുന്നതിലും അല്പം കൂടി കൂടുതൽ കാര്യങ്ങൾ ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട്. അത് മറ്റൊരു അറിവാണ്, ഇത് വേറൊരു അറിവാണ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈശ്വരവിശ്വാസം കൂടുതലാണ്. ഏതെങ്കിലും ഒരു ഇഷ്ടദൈവത്തെ അവർക്ക് ഉണ്ട്, ഈശ്വരവിശ്വാസം ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ആകർഷകമായ വ്യക്തിത്വം അവർക്കുണ്ട്. ആകർഷകമായ വ്യക്തിത്വം, എല്ലാവരോടും ആകർഷകമായ ഒരു വ്യക്തിത്വം, നല്ല രീതിയിൽ സംഭാഷണം, മധുര സംഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം. മധുരമായി സംസാരിക്കാനുള്ള കഴിവ് ഉത്രട്ടാതിക്കാർക്കുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ, അത്തരം കാര്യങ്ങളിലെല്ലാം നിൽക്കാനുള്ള കഴിവ് ഉത്രട്ടാതിക്കാർക്കുണ്ട്. ധാർമ്മികമായ ഒരു ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. ചില മൂല്യങ്ങൾ, ചില വിശ്വാസങ്ങളൊക്കെ ഉറച്ചു പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഉത്രട്ടാതിക്കാർ.
സത്യസന്ധതയുള്ള ആളുകളാണ്, കരുണയുള്ള ആളുകളാണ്, സഹാനുഭൂതിയുള്ള ആളുകളാണ്, നിഷ്കളങ്കതയുള്ള ആളുകളാണ്. നിഷ്കളങ്കത ഉള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇവരെ ചിലർ മുതലെടുപ്പുകൾ നടത്താറുണ്ട്, ചിലപ്പോൾ പറ്റിക്കപ്പെടാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശീലം. അതുകൊണ്ട് തന്നെ സത്യസന്ധത, നിഷ്കളങ്കത, ഈ സഹായശീലം, ഈ മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ആ വ്യക്തി കൂടുതലായി സമൂഹത്തിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. എങ്കിലും കുഴപ്പമില്ലാത്ത ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ ഇവർ പിടിച്ചു നിൽക്കും, മനസ്സിലാക്കാം. അതുപോലെ ആത്മനിയന്ത്രണം ഉണ്ട്. ചില സമയങ്ങളിൽ ആത്മനിയന്ത്രണം വിട്ടു. ചിലപ്പോൾ പരസ്പരം നോക്കാതെ ചില സമയങ്ങളിൽ ദേഷ്യപ്പെടുക, ചില സമയം വളരെ കൂളായി നിൽക്കുക, ചില സമയം അലസമായി നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അലസത ചില സമയം വരും. അങ്ങനെ ചിലർ നല്ല ധീരന്മാരായ ആളുകളുണ്ട്, ചില ആളുകളിൽ അല്പം ധൈര്യക്കുറവൊക്കെ കാണാറുണ്ട്. ആളുകളുടെ ഒരു സ്വഭാവ രീതി പോലെയായിരിക്കും. ഇപ്പോൾ അവർക്ക് വരുന്ന ജോലികൾ നമ്മൾ പറയുകയാണെങ്കിൽ ജലഗതാഗതം, നമുക്ക് പറയാം ബോട്ട് സർവീസ്, ഓട്ടോ ഓടിക്കുന്ന ആളാവട്ടെ, വള്ളം തൊഴിയുന്ന ആളായിക്കോട്ടെ, ബോട്ടിൻ്റെ മുതലാളിയാവട്ടെ, കപ്പലിൻ്റെ സർവീസുകളായിക്കോട്ടെ, എല്ലാം നമ്മൾ ജലഗതാഗതത്തിലാണ് വരുത്തുന്നത്. ജലഗതാഗതം അതുപോലെ മത്സ്യബന്ധനം എന്ന് പറയുന്ന ജോലി, ഇപ്പം കടപ്പുറത്തുള്ള മത്സ്യത്തിൻ്റെ രീതി ആയിക്കോട്ടെ, അല്ലാതെ മത്സ്യത്തെ വണ്ടിക്ക് കൊണ്ടുവരുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കോൾഡ് സ്റ്റോറേജ് നടത്തുന്ന ആളായിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും അതൊരു മത്സ്യ വിഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം മത്സ്യബന്ധനവുമായിട്ട് ഇവർക്ക് ബന്ധപ്പെട്ടു. അതുപോലെ എണ്ണ തുടങ്ങിയ ചില വസ്തുക്കൾ ആട്ടി ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അത് വിൽക്കുന്നതായിക്കോട്ടെ, ഹോൾസെയിലെടുത്ത് വിൽക്കുന്നതായിക്കോട്ടെ, അത്തരം ചില ജോലികൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ചെയ്യാൻ കൂടുതലാണ്. ആരോഗ്യരംഗത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുള്ളൂ. എനിക്ക് ഉത്തരവാദിത്തമുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. പറഞ്ഞ ശീലങ്ങളിലൊക്കെ അവരുണ്ട്. അവരോട് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളുടെ നക്ഷത്രം ഇതാണ്, സ്വഭാവം അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രം അതാണ്. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഏകദേശം കാണിക്കുന്ന സ്വഭാവം ജോലികൾ പോലെ ഞാൻ പരിചയപ്പെട്ട ഉത്തരവാദിത്തക്കാരെല്ലാം ആരോഗ്യരംഗക്കാർ. കാരണം വെച്ചാൽ ജിംനേഷ്യം ഉള്ളവർ, ഈ മാർഷൽ ആർട്ടൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. 2-3 പേരെ എനിക്കറിയാം. അപ്പം ആരോഗ്യരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, പൊതുസ്വഭാവത്തിൽ പറഞ്ഞിരുന്നു, ഇവർക്ക് വളരെ സ്റ്റാമിന കൂടുതലായിട്ട് ഇവർക്ക് അങ്ങനെ കിതപ്പോ ക്ഷീണമോ ഒന്നുമില്ല. കാരണം ദഹന പ്രശ്നങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇവരൊന്നും അലട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പം ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ നമുക്ക് സാധാരണപ്പെട്ട ഒരു വ്യക്തി ആണെങ്കിൽ രാവിലെ ഒന്നും ഉണരുന്ന സ്വഭാവമൊന്നും കാണുകയില്ല. അപ്പം ഇവർ ഒരു ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇവർ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക അവരുടെ ലൈഫ്. അപ്പം രാവിലെ ജിമ്മിൽ പോകണം, അവർ ജിമ്മിൽ പോകും. ഭക്ഷണങ്ങൾ ആ സമയത്ത് തന്നെ കഴിച്ച് അതിനുള്ള ഹെൽത്ത് അവർ നേടി അവർ ചെന്ന് അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ അവരെത്തിച്ചില്ല. മറ്റുള്ളവരുടെ ആരോഗ്യം അത്ര പോരാത്തതുകൊണ്ട് ഒന്നുകിൽ പാതി വഴി നിർത്തുകയോ അല്ലെങ്കിൽ പോകാതിരിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റം ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങളിലേക്ക് വിടുകയും ചെയ്യും. അത്തരം ഒരു കാര്യം ഈ പറയുന്ന ഉത്തരവാദിത്തക്കാർക്കില്ല. കാരണം ആരോഗ്യം എന്ന് പറയുന്ന കാര്യം ഇവർക്കുണ്ട്. ഭക്ഷണങ്ങൾ ഏതവർക്ക് കഴിക്കാം, ഇവിടെ ദൂരെ യാത്രകൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ ചില നിയമപരമായ ജോലികൾ, ഇപ്പോൾ പോലീസ്, പട്ടാളം തുടങ്ങിയവയെ അത്തരം കായിക അധ്വാനം വേണ്ടമായ ജോലികൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അതിനൊത്ത വളർച്ചയും വലിപ്പമൊക്കെ ഇവർക്ക് കാണും. ചില ആളുകൾ ഭവന നിർമ്മാണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ കെട്ടിടം പണികൾ, ചിലപ്പോൾ മേസ്ത്രി പണിയായിക്കോട്ടെ, മൈക്കാട് പണിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ തടിയുടെ വർക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ എന്ത് വേണേലും അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ജലസ്രോതസ്സ് പറയുന്നുണ്ട്. ജലസ്രോതസ്സ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇടപാടാണ്. വെള്ളം, കുടിവെള്ളം കൊടുക്കുക, അല്ല ജലസേചന വകുപ്പ്, അല്ലെങ്കിൽ മറ്റൊന്നില്ല, ജലം ഉപയോഗിച്ച്. ജലഗതാഗതം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതല്ല, ജലസ്രോതസ്സുമായി ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്നൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖനനം പോലുള്ള ചില ജോലികൾ. അപ്പം ഖനനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴിച്ചെടുക്കുന്നത്, ഇത്തരം ഫാക്ടറികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാനോ, അല്ലെങ്കിൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലാണ് അങ്ങനെയൊക്കെ ജോലി ചെയ്യാനോ. അപ്പോൾ അത് നമുക്ക് വേണം. എണ്ണ എന്ന് പറയുമ്പോൾ പെട്രോൾ പോലുള്ള സാധനങ്ങൾ പറയാം, എന്ത് വേണേലും പറയാം. അത് നമ്മുടെ ഇവിടെ കോക്കനട്ട് ഓയിൽ പറയാം, എന്ത് വേണേലും പറയാം, എണ്ണയാവണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യാൻ
ഒരു ശീലം ഇവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വളരെയധികം ആരോഗ്യമുള്ള ആളുകളാണ് സ്റ്റാമിന ഉള്ളതുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ റോൾ മോഡലിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, സിനിമയിലുള്ള ഒരു ഇതിപ്പം മുത്തട്ടാതിലുള്ള സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഉള്ള ഒരേ രീതിയാണ് പറയുന്നത്. റോൾ മോഡലിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ റോൾ മോഡലിനെ പോലെ തന്നെയായിട്ട് ഇവർ മുന്നോട്ട് ഇവരുടെ ലൈഫ് കൊണ്ടുവരണം. അവർ ഇടുന്ന ഡ്രസ്സ് ഇടുക, അവരുടെ സ്റ്റൈലിൽ നടക്കുക, അങ്ങനെയുള്ള ഒരു അനുകരണ സ്വഭാവം കൂടി ഇവർക്കുണ്ട്. അനുകരണ സ്വഭാവം. എന്നിട്ട് ആ വ്യക്തിയെക്കുറിച്ചായിരിക്കും ഇവർ വാദവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ പരിചയപ്പെട്ട ചിലപ്പോൾ ഇത്തരം ഫീൽഡുകളൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ഒരാൾക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്, അപ്പോൾ ഒരു പാട്ട് പാടുന്നതാണ്, സ്ത്രീയോ പുരുഷനോ, ആ ആളുടെ രൂപത്തിലേക്ക് മാറുക. എന്നിട്ട് ആ ആളെ പറ്റി ഈ കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകളോടും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് മനസ്സിലുള്ള ആ ഒരു സെലിബ്രിറ്റിയായ ആളോടാണോ ആരോടാണോ ഉള്ള സ്നേഹം, അവർ ചെയ്യുന്ന പ്രവർത്തികൾ, അവർ ഇന്ന് അവിടെയായിരുന്നു, ഇന്ന് ഇവിടെയായിരുന്നു, ഇന്ന് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരോടും സംസാരിക്കുക. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കത് അരോചകമായി അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് തോന്നാറുണ്ട് ഇവരോട്. എപ്പോഴും അവൻ വന്നു കഴിഞ്ഞാൽ ഇനി ആളുടെ കാര്യം പറയാൻ മാത്രം അവന് ഇത് മാത്രം പറയാനുള്ളൂ, നേരവും വേറൊന്നും അവന് പറയാനില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചിലർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രവർത്തികളുമായിട്ട് ഇഷ്ടമുള്ള സുഹൃത്തുക്കളെ സംഘടിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ലതെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്റ്റോറിയിൽ നമ്മൾ 2 സ്റ്റോറികൾ ഇവിടെ പറയുന്നു. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കാം. നമ്മൾ ചിലരെ പറയാറുണ്ട്, ഈ കൊക്കിലൊതുങ്ങുന്നവയെ കൊത്താവൂ എന്നൊക്കെ പറയാറുണ്ട്. കൊക്കിലൊതുങ്ങുന്നവയെ കൊത്താവൂ എന്ന് പറയുമ്പോൾ അതൊരു താഴോട്ട് മോട്ടിവേഷൻ കളയുന്നൊരു വാക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അർഹതയില്ലാത്ത ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഒന്നും ചെയ്യണ്ട, എന്നാൽ വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി പരിശ്രമിക്കേണ്ടെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അതല്ല പറയേണ്ടത്. കൊക്കിലൊതുങ്ങുന്നത് കൊത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൊക്ക് വലുതാക്കുക എന്ന് പറയാം വേണമെങ്കിൽ. ഇതെന്താ, അറിവ് കൂടുതൽ സമ്പാദിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ അറിവ് കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ അറിവിൻ്റെ ഒരു ശക്തിയിലും കരുത്തിലും പോയി നമുക്ക് ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ കൊക്കിലൊതുങ്ങുന്നത് കൊത്താൻ മാത്രമല്ല, ഒതുങ്ങാത്ത ഒരു സാധനത്തിനെ കൊത്താനായിട്ട് നമ്മുടെ കൊക്കും വലുതാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യവുമായി ബന്ധമുള്ള എങ്കിലും ഇതിൽ ചില അർത്ഥങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്രവർത്തികൾ ചെയ്യാൻ നേരത്ത് നമ്മുടെ ജനറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ സ്വഭാവം തന്നെയാണ് നമ്മൾ ജനറ്റിക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിലെല്ലാവരും വളരെ ധൈര്യമുള്ള ആളാണെന്ന് കരുതുക. ധൈര്യമുള്ള ഒരാളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾക്കെല്ലാം ധൈര്യമുണ്ടായിരിക്കും. കാരണം അത് പാരമ്പര്യ സ്വഭാവമാണ്. ഇപ്പം അമിതമായി മദ്യപാന ശീലമുള്ള ഒരു കൂട്ടം ആളുകളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ഭാവിയിൽ ഈ പറയുന്ന ആളുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിർത്തിയാലും ഭാവിയിൽ ആ വ്യക്തിയുടെ ഏകദേശം ക്യാരക്ടറും ചിലപ്പോൾ ഇതേ രീതിയിലോട്ടാകാൻ സാധ്യതയുണ്ട്. വളരെ വിരളമാണ് സ്വഭാവത്തിൽ വ്യത്യാസം വരുന്ന ആളുകൾ. അത് മുൻ തലമുറയിലുണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവമാണ് വരുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് എഴുതാനും വായിക്കാനൊക്കെ കഴിവുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീ എഴുത്തും വായനയൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുന്നത്, പാട്ട് പാടാൻ കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പാട്ടിന് കഴിവുണ്ട്. അപ്പോൾ അവർക്ക് പാട്ടുകാരിയാകാൻ പറ്റിയില്ല. പാട്ടുകാരിയാകാൻ പറ്റാതെ വന്നപ്പോൾ അവർക്കുണ്ടാകുന്ന ചിലപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, പാട്ട് പാടാനുള്ള ടെൻഡൻസി ചിലപ്പോൾ കാണിക്കും. പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ പ്രോത്സാഹനം കൊടുക്കും. ചെറുപ്പത്തിൽ പറ്റാത്തതിന് എന്തെങ്കിലും അസൂയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അവർ ആ മക്കളുടെ ഭാവി കൂടി ശിഥിലമാക്കും, അല്ലെങ്കിൽ നശിപ്പിക്കും. പക്ഷേ ആ ടെൻഡൻസി എങ്ങനെ വരുന്നു? ഇനി ഇതിൽ വിചിത്രമായ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു സ്ത്രീ പാട്ട് പാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ പാട്ടുകാരിയൊന്നും ആകാനായില്ലെങ്കിൽ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇപ്പം ഇവർക്കൊരു അനിയത്തി ഉണ്ടെന്ന് കരുതുക. ഈ അനിയത്തിയുടെ ഒരു കുട്ടി വളർന്ന് ആ കുട്ടിയുടെ വിവാഹത്തിന് ശേഷം അവർക്കൊരു കുട്ടി വരുന്ന കുട്ടി പാട്ട് പാടുകയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയൊക്കെ ചില സ്വഭാവ വ്യത്യാസം പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം അമ്മാവൻ്റെ സ്വഭാവം കിട്ടി എന്ന് പറയുന്നുണ്ട്. ഈ അമ്മാവനെ ചിലപ്പോൾ ഈ കുട്ടി നേരിട്ട് കാണണമെന്നില്ല, അല്ല ആ ഒരു
ജീവിതത്തിൽ പോയി ജീവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആ വ്യക്തി കാണിക്കുക അതേ ക്യാരക്ടർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടിയും കാണിക്കും. ഇങ്ങനെ നമ്മുടെ പാരമ്പര്യ സ്വഭാവം മാത്രമല്ല, പാരമ്പര്യപരമായ ചില രോഗങ്ങളും കിട്ടും. പാരമ്പര്യ രോഗം, പാരമ്പര്യ സ്വഭാവം, ഇനി ഒരു ബന്ധവുമില്ലാത്ത സ്വഭാവം. അങ്ങനെ വരുന്നത് ചിലപ്പോൾ 100 തലമുറയ്ക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ആദിമകാലത്തുണ്ടായിരുന്ന ആളുടെ ഒരു സ്വഭാവമായിരിക്കും പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് വരിക. ഏത് ഫാമിലിയിൽ നിന്ന് എങ്ങനെ വന്നു എന്നും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരാൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ പേര് പറയാൻ പറ്റും, നമ്മുടെ അച്ഛൻ്റെ പേര് പറയാൻ പറ്റും. ഇച്ചിരി കൂടി ആരോടും ചോദിച്ചാൽ ആ വ്യക്തിയുടെ അച്ഛൻ്റെ പേര് പറയും. അതിന് മുന്നോട്ടുള്ള ഒരാളെ കിട്ടത്തില്ല. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന സമൂഹം അവരാർജിച്ചെടുത്ത കഴിവുകൾ, അത്തരം കഴിവുകൾ ഇങ്ങനെ മിക്സായിട്ട് കുടുംബത്തിൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ചില പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം വലിയൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ, ഇപ്പം കായികമായിട്ട് വളരെ ശക്തനാകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പാരമ്പര്യമായിട്ട് ഹെൽത്ത് ഇഷ്യൂ വരികയാണെന്ന് കരുതുന്നു. ആൾക്ക് കായികമായി മുന്നോട്ട് പോകാൻ എത്ര ശ്രമിച്ചാലും അയാളുടെ ഹെൽത്ത് ഇഷ്യൂ അയാളെ പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ കായികപരമായി വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം മനസ്സിൻ്റെ ശക്തി വെച്ച് കാണിക്കാൻ ആ വ്യക്തി കൊണ്ട് സാധിച്ചാലും ബാക്കിയുള്ള കംപ്ലീറ്റ് വർഷങ്ങളിലും ആ വ്യക്തി രോഗത്തിൻ്റെ പിടിയിലായിരിക്കും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ആ വ്യക്തിയെ ഒരു മോട്ടിവേഷനായിട്ട് പറയാം. കേട്ടോ, അയാൾക്ക് ആ രോഗം ഉണ്ടായിട്ടും അയാൾ ആ ഒരു ലക്ഷ്യം നേടി. ഇപ്പം അയാൾക്ക് വയ്യ, മുമ്പ് അയാൾ ഒരു സമയം ഉണ്ടായിരുന്നു, അന്ന് അയാൾ അതായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇതും നമ്മുടെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടു. നമ്മുടെ പാരമ്പര്യത്തിൽ ആരൊക്കെയോ ആ ഒരു കഴിവുണ്ട്. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ പാരമ്പര്യപരമായ മറ്റ് പാരമ്പര്യങ്ങളിൽ നിന്നൊരു അസുഖങ്ങൾ കാരണം ഈ വന്ന ഒരു തലമുറയിലെ കുഞ്ഞിന് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും. മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ ലക്ഷ്യം മനസ്സിൽ കാണും, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തിയെന്നും വരില്ല. അത്തരം ആളുകൾ ദുഃഖിക്കാതിരിക്കാനുണ്ടാക്കിയ ഒരു വാക്കാണ് കൊക്കിലൊതുങ്ങുന്നവരെ കൊത്താവൂ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാം. നമുക്ക് മുഴുവനായി ഒഴിഞ്ഞു വെക്കാതെ അല്പം ശ്രമങ്ങൾ നടത്താം. പ്രാക്ടിക്കലായി ജീവിക്കുന്ന ഒപ്പം ശ്രമിക്കും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളതാണ്, നിൻ്റെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലാടാ എന്നൊക്കെ നമ്മൾ ചില കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അവൻ്റെ സ്വപ്നമൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ. എന്താണ് സംഭവം? മിക്കവരും ഇത് കേട്ടിട്ടുണ്ടാവും, മിക്കവർക്കും ഇത് എന്താണെന്നറിയാം. പക്ഷേ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് അവൻ്റെ സ്വപ്നം. അവൻ ആ സ്വപ്നലോകത്ത് ഇരുന്നിരുന്ന് അവൻ അവസാനം നശിച്ചു പോയി. അവനോട്ടൊന്നും വായുവില്ല, എന്തെല്ലാമായിരുന്നു എന്ന് പറയുന്നൊരു വാക്ക്. വേറെ സിനിമ ഡയലോഗ് ഉണ്ട്, അതിവിടെ പറയുന്നില്ല. പക്ഷേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയിൽ നിന്ന് നമ്മൾ മലരുണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ, നെല്ലിൽ നിന്ന്. അപ്പം അവലും മലരും ആ ഒരു മലരാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും. അപ്പം അങ്ങനെ ഈ കഥയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലര് പൊടിയായിട്ട് കൊണ്ട് വയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ മലര് കൊണ്ട് വയ്ക്കുന്ന ഒരാൾ, അയാളൊരു കുടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു മലർപ്പൊടിക്കാരൻ ആയ വ്യക്തി. നമുക്കിപ്പം മലർപ്പൊടി മലരെന്തെന്ന് ചാഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പം കഥയിൽ നമ്മൾ ചോദ്യമില്ല എന്ന് പറയുന്നത് ഒരു മലർപ്പൊടിക്കാരൻ. അപ്പോൾ ഈ കേട്ടുകഴിവുള്ള ഈ കഥയിലെ മലർപ്പൊടിക്കാരൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഒരു പഴഞ്ചൊല്ല് പലപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇതെന്താണ് സംഭവം ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു മലർപ്പൊടിക്കാരൻ, ഈ മലർപ്പൊടിക്കാരന് ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായിരുന്നു. ഇയാൾ അല്പം മലർപ്പൊടിയായിട്ട് യാത്ര ചെയ്ത് പട്ടണത്തിൽ കൊണ്ട് കൊടുത്ത് ആൾ ആ കിട്ടുന്ന പണവുമായിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് അത്യാവശ്യം പിടിച്ചു നിന്ന് ജീവിക്കുക. ഒരു ദിവസം അയാളിങ്ങനെ മലർപ്പൊടിയായിട്ട് പോവുക. തലയിലൊരു ചെറിയൊരു പാത്രം, ഒരു കാലവോ ഒരു വട്ടവോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാം, ചട്ടിയോ കൊട്ടയോ എന്ത് വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെ സംഭവമായിട്ട് ഇവിടെ പോവുകയാണ്. അപ്പം കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്. വടിയൊക്കെ ആയിട്ട് പോകുന്നത് വെച്ചാൽ വന്യജീവി വരുമ്പോൾ ചിലപ്പോൾ അടി പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കും ഈ വടി. ആക്കെ കുത്തി ഇയാൾ പോവുക. ചെറുപ്പക്കാരനാണ് ആൾ, വൃദ്ധനല്ല. അപ്പം ഇയാൾ പോകുന്ന വഴിക്ക് ചിന്തിച്ചു, ഒരു ദിവസം ചിന്തിച്ചു, ഞാൻ ഇങ്ങനൊന്നും പോയാൽ പോരാ, ഈ ജോലി മാറ്റണം, എനിക്ക് പണക്കാരനാണ് എന്ന് ചിന്തിച്ചു. അപ്പോൾ പണക്കാരനാവണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ
എന്ത് സംഭവിച്ചു? ഇയാൾ നടക്കുകയാണ്, പട്ടണത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിച്ചു, എനിക്ക് പണക്കാരനാകണം എന്ന് ചിന്തിച്ചപ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കും? ഞാൻ ഇന്ന് വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം മിച്ചം പിടിക്കും. മിച്ചം പിടിച്ചിട്ട് ഞാൻ അല്പം പണം മിച്ചം പിടിച്ച് അങ്ങനെ അല്പം പണം ഉണ്ടാക്കിയ ശേഷം ഞാൻ 2 കോഴിയെ വാങ്ങും. അപ്പോൾ കോഴി മുട്ടയിടും. കോഴിമുട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ച് ഞാൻ വിരിച്ച് അതിനുശേഷം ഞാൻ ആടിനെ വാങ്ങും. ആടിനെ വാങ്ങിച്ച് കുറേ ആട്ടിൻകുട്ടിയും കാര്യമൊക്കെ ഉണ്ടാക്കി വലിയ ഇതായിരിക്കും. ഞാൻ ഒരു പശുവിനെ വാങ്ങും. അങ്ങനെ കുറേയധികം പശുവും പശുത്തൊഴുത്തും ഒക്കെ ആയിട്ട് വലിയ പണക്കാരനായി മാറിക്കഴിയുമ്പോൾ പിന്നെ അതിനിടയ്ക്ക് തന്നെ എൻ്റെ ഈ കുടിൽ ഞാൻ മാറ്റി വലിയൊരു കൊട്ടാരം ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വലിയ പണക്കാരനായ ശേഷം അയാളുടെ ആയത്തു നിന്ന് വലിയൊരു പണക്കാരൻ്റെ മകളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ശേഷം ഞാനിങ്ങനെ വലിയ ബിസിനസ്സൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യയും അടുക്കള ജോലിയിൽ തിരക്കായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടി അവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടിയെ നോക്കാനായിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമ്പം ഭാര്യ പറയും സമയമില്ലെന്ന് പറയും. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. കുട്ടിയെ നോക്കാൻ എനിക്ക് സമയമില്ല, കാരണം ഞാൻ തിരക്കിലാണ്. അപ്പോൾ എന്തു ചെയ്യും? കുട്ടി അടങ്ങിയിരിക്കാനായിട്ട് ഞാൻ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഈ വന്ന ദേഷ്യത്തിൽ കുട്ടിയെ തല്ലാൻ ഉള്ള ഒരു ദേഷ്യം എടുത്ത് ഇയാളെ കൈയിരുന്ന വടിയെടുത്ത് ഒറ്റ വീശിയപ്പോൾ വടിയുടെ മറ്റേ അറ്റം തലയിലിരുന്ന് ഈ പാത്രത്തിൽ കൊണ്ട് ഈ മലർപ്പൊടിയെല്ലാം കൂടി മറിഞ്ഞ് താഴോട്ട് പോയി, നിലത്ത് പോയി. അപ്പോഴാണ് പുള്ളി സ്വപ്നലോകത്തുനിന്ന് കണ്ണു പറഞ്ഞു. സംഭവം പുള്ളിയുടെ മനസ്സിലായിരുന്നു. കുട്ടിയെ തല്ലാൻ ഓങ്ങിയ വടി അടിച്ചത് തലയിലിരുന്ന പാത്രത്തിൽ തന്നെയാണ്. അല്ല, അതിൻ്റെ മറ്റേ അറ്റം ഇങ്ങനെ എടുത്തപ്പോൾ കൊണ്ടുവന്നു പോയി. തലയിൽ നിന്ന് ഈ പാത്രം തെറിച്ചു പോയി. അന്നത്തെ ദിവസത്തെ ആ സാധനം മുഴുവൻ, ഈ മലരും മുഴുവൻ നിലത്ത് പോയി. പിന്നെ അത് കൊള്ളില്ല, മണ്ണിപ്പോയില്ല, അത് പോയി. അപ്പോൾ എന്തായി? ആ സ്വപ്നം അവിടെ ഉടഞ്ഞു. പിറ്റേന്ന് ഇരട്ടി ബുദ്ധിമുട്ടിയിട്ട് ആണ് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ അയാൾ പോയത്. അന്നത്തോടെ ആ ഒരു പ്രശ്നത്തോടുകൂടി ഈ സ്വപ്നം കാഴ്ച പുള്ളി അവസാനിപ്പിച്ചു. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റോറിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ എന്താണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്നുള്ളത് സമയം, സന്ദർഭം, സാഹചര്യങ്ങൾ, നമ്മുടെ അറിവിൻ്റെ കുറവ്, അല്ലെങ്കിൽ നമുക്ക് എത്ര അറിവുണ്ട്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യ രോഗങ്ങൾ, നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങൾ, നമ്മുടെ ഒരു കപ്പാസിറ്റി, ഇതനുസരിച്ചിട്ട് മാത്രമേ ഒരാൾക്കൊരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരാൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് പല ആളുകളും വിജയിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വെച്ചിരിക്കുന്ന പാത മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരിക്കും. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇത്തരം ചിന്തകൾ വിജയത്തിലേക്ക് പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ഭൂരിഭാഗം നമ്മൾ വിജയിച്ച, പക്ഷേ 100 പേര് ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വെക്കും. അതിൽ 90 പേര് അത് തുടങ്ങും. ബാക്കി 100 പേര് സ്വപ്നലോകത്തായിരിക്കും. 90 പേര് തുടങ്ങും. പിന്നെ ഉള്ളവരാണ് ഒരു 70% ആളുകൾ വേണേൽ പ്രവർത്തിക്കും, ശരിക്കും 1 വർഷം അത് കൊണ്ടുപോകും. പിന്നെയുള്ള 50% പേർക്ക് വേണേൽ അതിൽ നിന്ന് ലാഭം കിട്ടാം. പിന്നെയുള്ള ഒരു 30% ആളുകൾ അത് ഉപജീവന മാർഗമാക്കാം. പിന്നെയുള്ള ഒരു 20% ആളുകൾ അതിൽ ചെറിയ പുരോഗതികൾ കാണിക്കും. പക്ഷേ അവസാനം ഒരാളെ കാണും, വിജയിച്ചാണ്. അങ്ങനെയാണ് പ്ലാനുകളെല്ലാവരും ഇടാറുണ്ട്. ഇപ്പം വലിയൊരു കായിക അധ്യാപകനാണ് ഒരാൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ പ്രശസ്തനായ കായിക അധ്യാപകൻ ആര് എന്ന് ചിന്തിക്കുമ്പോൾ ഒരാളുടെ പേരേ കിട്ടും. 2 ആളുടെ പേരോ 3 ആളുടെ പേരോ 4 ആളുടെ പേരോ കിട്ടുന്നില്ല. ഒരു സിനിമാ നടനാവാൻ ഒരാൾ തീരുമാനിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ ആകണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുന്നുള്ളൂ. 100 പേർക്കും സൂപ്പർ സ്റ്റാർ ആകണം, അതിനാണ് വരുന്നത്. പക്ഷെ അവസാനം ഒരാൾ മാത്രമായിത്തീരും. ഇതെങ്ങനെയാണ്? നമ്മൾ വെച്ച ഒരാളുടെ മൈൻഡ് പവർ, അയാൾക്ക് എവിടം വരെ പോകാൻ കപ്പാസിറ്റി ഉണ്ട് അവിടം വരെ അയാൾ പോകും. മറ്റുള്ളവർ പാതി വഴിയിൽ യാത്ര നിർത്തും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവരെ കൊണ്ടുപോകും.
മാറ്റി മാറ്റി കൊണ്ടുപോകും. ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ജോലിയിൽ ആരാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൽ ഒരാളുടെ പേര് കിട്ടും. അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ എല്ലാവർക്കും അയാളാകാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അയാളുടെ പിന്തുടർച്ചക്കാരനായി നിൽക്കാം, അല്ലെങ്കിൽ അയാളെ അനുകരിക്കാം. അയാളാകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത ഒരു ലിമിറ്റുണ്ട് മനുഷ്യർക്ക്. ആ ലിമിറ്റ് കടക്കാൻ നമ്മുടെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ആളിൽ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് കഴിവില്ല. അവിടെ ആ വ്യക്തി സ്റ്റക്കാവും. ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പ്രവർത്തിക്കാതിരിക്കുന്ന കാലത്തോളം നമുക്കുള്ള ലിമിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവർ മുന്നോട്ട് തന്നെ പോകും. പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുടെ ഒരു കഴിവ് പോലെയാണ് ബാക്കി കാര്യങ്ങൾ സംഭവിക്കുക. ഇനിയിപ്പോൾ അടുത്ത പറയാനുള്ളത്, ഇപ്പം പ്രശ്നങ്ങളെപ്പറ്റി പറയും. അപ്പോൾ പ്രശ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒതുങ്ങും എന്ന് പറയും. അപ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി നമുക്ക് സംസാരിക്കാം. ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്തെ വിൽക്കുന്ന ഒരാളുണ്ട്. ഒട്ടകത്തെ വിൽക്കുന്ന ഒരു വ്യാപാരിയുണ്ട്. കയ്യിൽ ധാരാളം പണമുണ്ട്, പക്ഷേ അയാൾക്ക് മനസ്സമാനമില്ല. കറ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കച്ചവടത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരോഗ്യ പ്രശ്നമായിരിക്കും. ആരോഗ്യ പ്രശ്നം അങ്ങോട്ട് മാറിക്കഴിയുമ്പം വേറെ എന്തെങ്കിലും പ്രശ്നം വരും, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം വരും. എന്തെങ്കിലും ഒന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇതായിരുന്നു അയാളുടെ പ്രശ്നം. ഈ പ്രശ്നമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഒരു ദിവസം ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അടുത്ത ദിവസം സാമ്പത്തിക പ്രശ്നം. ആരോഗ്യ പ്രശ്നം അങ്ങോട്ട് ഒതുങ്ങിക്കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. ഇത് ഈ ഭൂമിയിൽ എല്ലാ ആളുകളുടെയും ഒരു അവസ്ഥ തന്നെയാണ്. ഇതിനുത്തരം ഇതെങ്ങനെ മാറ്റാം? അതിനുവേണ്ടി അയാൾ അന്വേഷിക്കുന്നുണ്ട് പുറത്തുള്ള ആളുകൾ. എങ്കിലും അവിടെ മനസ്സിലെപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറ്റാനായി ഇയാൾ ചിന്തിക്കുന്ന സമയത്ത് ഇയാൾ ഈ ഒട്ടകങ്ങളെയായിട്ട് മരുഭൂമി കൂടി പോവുകയാണ്. പോകുമ്പോൾ കുറേ ആളുകളുടെ ടെൻ്റൊക്കെ അടിച്ച് ഇരിക്കുക. അപ്പോൾ പകൽ സമയമായി. അപ്പം റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. പുള്ളിയുടെ ഒട്ടകത്തെ നിർത്തി അവിടെ ഒരു തമ്പിലോട്ട് കയറി അങ്ങോട്ട് ഇരുന്നു. രാത്രിയായി. എല്ലാവരും ഉറക്കം പിടിക്കുമ്പോൾ അപ്പുറത്തൊരു ടെൻറ്റിനകത്ത് ഒരു പ്രായമുള്ള ആൾ പ്രഭാഷണമൊക്കെ പറയും. കുറേ ആളുകൾ വട്ടം കൂടി ഇരിപ്പുണ്ട്. പല കാര്യങ്ങൾക്കും നല്ല നല്ല മോട്ടിവേഷനൊക്കെ അയാൾ പറയുന്നത് കേട്ട് നമ്മുടെ വ്യാപാരിയും പോയിരുന്നു കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാപാരി അയാളുടെ മുഴുവൻ കാര്യങ്ങൾ ഈ വൃദ്ധനായ ആളോട് പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പ്രശ്നങ്ങൾ നിർത്താനൊരു വഴിയുണ്ടെന്ന്. അത് രാവിലെ ആകുമ്പോൾ പറഞ്ഞുതരാം. മുമ്പ് ഒരു സഹായം ചെയ്യാതെ, എനിക്ക് കുറേ ഒട്ടകമുണ്ട്, അത് ഒരു വിധത്തിലും പറഞ്ഞ് അനുസരിക്കുന്ന കുറച്ച് സാധനങ്ങളല്ല, അതിനെ ഒന്ന് നോക്കാൻ പറ്റുമെന്ന് ഈ ഒട്ടകത്തിൻ്റെ വ്യാപാരി പറഞ്ഞു. ഇതിനകത്ത് കുറേ ഒട്ടകങ്ങൾ ഇരിക്കും, റെസ്റ്റ് എടുക്കാണ്ടിരിക്കും. കുറച്ച് ഒട്ടകം എഴുന്നേറ്റ് നിൽക്കും, ചില ഒട്ടകങ്ങൾ ഇരിക്കാറേ ഇല്ല. അപ്പോൾ ആ ഒട്ടകം എല്ലാം ഒന്ന് ഇരുന്ന് റെഡി ആയ ശേഷമേ നിങ്ങളൊന്ന് ഉറങ്ങാവൂ. അതുവരെ നിങ്ങൾ അതിനൊന്ന് കാവൽ നിൽക്കണം. അപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ നോക്കാം, ഞാൻ ഒട്ടകത്തെ വിൽക്കുന്ന ഒരാളാണ്, എനിക്ക് നല്ലതായിട്ട് ഒട്ടകത്തെ പറ്റി അറിയാമെന്ന് വ്യാപാരി പറഞ്ഞു. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാവരും ഉറങ്ങി. ഈ വ്യാപാരി ഒരു 10 എണ്ണത്തിനെ ഇരുത്തി കടഞ്ഞ പ്രയോജനമൊക്കെ ചെയ്ത് ഇരുത്തി. ബാക്കിയുള്ളവ എഴുന്നേറ്റ്. 2 എണ്ണത്തിൽ ഇരുത്തുമ്പം ബാക്കി 2 എണ്ണം എഴുന്നേറ്റിരിക്കും. അങ്ങനെ കുറേ എണ്ണം ഇരിക്കും. കുറേ എണ്ണം ഒരു വെളുപ്പാങ്കാലമായപ്പം മടുത്തിട്ട് ഇരുന്നു. അപ്പോൾ ആ ഇരുന്നവന്മാരെല്ലാം കൂടി എഴുന്നേറ്റ്. ഇങ്ങനെ വന്ന് രാവിലെ ആയപ്പം ഉറക്കം വന്നിട്ട് കണ്ണ് തുറക്കാൻ മേലാതെ ഈ വ്യാപാരിക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരം പുറത്ത് പോയി വൃദ്ധൻ ചോദിച്ചു, ഉറങ്ങിയെന്ന് ചോദിച്ചു. ഇത് ഉറങ്ങിയില്ല, ഒരു രക്ഷയില്ലായിരുന്നു, മടുത്തു പോയി, ഇതിനെക്കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം വൃദ്ധൻ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനകത്തും പ്രശ്നമുണ്ടാവും. കാരണം പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമെന്ന് പറയുന്നത് ഇല്ല. ഒന്നുകിൽ ഈ ഒട്ടകം മടുത്തിട്ട് നിർത്തിയതുപോലെ
ചില സമയങ്ങളിൽ ചില അയവുകൾ ലഭിക്കാം. അല്ലാതെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു ജീവിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതെന്ന് വ്യാപാരിയോട് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമുണ്ടെന്നും ഓരോരുത്തർ ഓരോ രീതിയിലാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും തരണം ചെയ്യുന്നതെന്നും വ്യാപാരിയോട് ഈ വൃദ്ധനായ ആൾ പറഞ്ഞു കൊടുത്തു. അതോടുകൂടി വ്യാപാരിക്ക് മനസ്സിലായി ഇത് അയാളുടെ മാത്രം പ്രശ്നമല്ല, ഇത്തരൊരു പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, എല്ലാവരും ഇത്തരം പ്രശ്നങ്ങളിൽ തന്നെയാണ് എന്നുള്ളതും പരിഹാരം ചോദിക്കാൻ പോയ ആളും പ്രശ്നത്തിൽ തന്നെയാണ് എന്നുള്ളതും വ്യാപാരിക്ക് മനസ്സിലായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ. മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മോട്ടിവേഷൻ ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ തനിയെ അവിടെ നടന്നുകൊള്ളും. പിന്നെ നമുക്ക് വിജയമാണോ പരാജയമാണോ എന്നുള്ളത് ഏറ്റവും അവസാനമേ അതേപ്പറ്റി അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു നെഗറ്റീവ് സൈഡ് അല്ല. ഒന്ന്, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടൊരു പഴഞ്ചൊല്ല്, മലപ്പുറക്കാരൻ്റെ സ്വപ്നം പോലെ അവൻ്റെ സ്വപ്നം പൊലിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ ചില സാഹിത്യങ്ങളിലും കഥകളും ഒക്കെ വായിക്കുമ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനും ഇനി ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കാനും ആയിട്ടൊരു സ്റ്റോറിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചത്. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നവംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.